ആയിട്ട് ഞാൻ പോലും അറിയാതെ. സംഭവം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഗോപ്രോയിൽ ഇതേപോലെ മോട്ടോ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വീഡിയോ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കംപ്ലീറ്റ് ദിവസം ഒരുപാട് വ്ളോഗ്സ് നമ്മൾ ഷൂട്ട് ചെയ്തു. ഒരു ഫ്രണ്ട്സിൻ്റെ ഒപ്പം 1-2 സ്ഥലങ്ങളൊക്കെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു. വീഡിയോ വിഷ്വൽസ് കംപ്ലീറ്റ് ഉണ്ട്, ബട്ട് ഓഡിയോ ഒന്നുമില്ല, വെറും എയർ മാത്രം. അതേസമയം ഗോപ്രോയിൽ ഓഡിയോ അഡാപ്റ്റർ കണക്ട് ചെയ്യാണ്ട് എടുത്ത എല്ലാ വീഡിയോയിലും ഓഡിയോ റെക്കോർഡായിട്ടുണ്ട്. അപ്പം ഗോപ്രോയുടെ ഓഡിയോക്ക് ഇഷ്യൂ ഇല്ല എന്ന് അവിടെ മനസ്സിലായി. പിന്നെ ഉണ്ടായിരുന്ന ഗോപ്രോയുടെ Type-C കണക്ടറായിരുന്നു, ആ ഒരു പോർട്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് എനിക്ക് ചാർജും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡാറ്റയും ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നു. സോ അവിടെയും പ്രശ്നമില്ലാതെ മനസ്സിലായി. പിന്നെ ഉണ്ടായിരുന്ന ഓഡിയോ ജാക്കിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ ഓഡിയോ ജാക്കിൻ്റെ ഇഷ്യൂ എന്ന് വിചാരിച്ചിട്ട് ആദ്യം മൈക്ക് കുറേ മാറ്റി നോക്കി. മൈക്കാന്ന് വിചാരിച്ചിട്ട് മൈക്ക് മാറ്റി നോക്കി. പക്ഷെ അത് വർക്ക് ചെയ്യാണ്ടാകുമ്പോഴാണ് ഞാൻ പിന്നെ ഓഡിയോ കൺവേർട്ടർ, ഓഡിയോ അഡാപ്റ്റർ ടെസ്റ്റ് ചെയ്തത്. നോക്കുമ്പം അതിനും കുഴപ്പമില്ല. അഡാപ്റ്റർ ഞാൻ എന്ത് ചെയ്തു, പിന്നീട് പുതിയത് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നു. അങ്ങനെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നോക്കുമ്പോൾ പഴയ പോലെ തന്നെ എയർ മാത്രം. പിന്നെ ഞാൻ കടയിൽ വെച്ച് തന്നെ ഗോപ്രോ അപ്ഡേറ്റ് ചെയ്തിട്ടും പ്രശ്നം സോൾവ് ആവുന്നില്ല. ഫൈനലി എന്ത് ചെയ്ത്, കടക്കാരൻ ഒരു ബോയയുടെ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു മൈക്ക്, അഡാപ്റ്ററോട് കൂടി വരുന്ന മൈക്ക് എന്ത് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത്. അങ്ങനെയാണ് ഫൈനലി ഈ ഒരു പ്രോബ്ലം സോൾവ് ആയത്. 4200 രൂപ മുടക്കേണ്ട അടുത്ത് ജസ്റ്റ് 850 രൂപയിൽ ഒതുങ്ങിയത്. ഭാഗ്യമല്ലേ. നമ്മളെല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ റോയൽ ഫാംസിലേക്ക് വന്നു, കണ്ണൂർ. ചേട്ടൻ വിളിച്ചിട്ട് വന്നതാണ്. ഇത് മൊത്തത്തിൽ ഒരെണ്ണത്തിലിടാം. ഇതെല്ലാം കൂടെ ഇത് അങ്ങനെ തന്നെ ഇൻവിറ്റേഷൻ കട സെറ്റ്. അത് നമ്മൾ ചെയ്തുതരാം. ഓക്കെ. ഈ വെയിറ്റ് ഏതെങ്കിലും വെയിറ്റ്, അല്ലെങ്കിൽ വേറൊരു വെയിറ്റും കൂടെ ഉണ്ട്. ഈ 3 വെയിറ്റിൽ അത്ര പോലെ ഇത് വെച്ചോ, അത് വെക്കാം. ഇത് മതി. ഇതിന് 3നും വൈറ്റും, ഇതിന് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, അല്ല ബ്ലാക്ക്. ഇതിന് ഇതാ വരിക ബാക്ക്. ഇതിന് നമുക്ക് അതേപോലെ ബ്ലാക്ക് സെയിം സാധനം തന്നെ. ബ്ലാക്ക് സെയിം തന്നെ ബ്ലാക്ക് വെച്ചാൽ മതി. കാരണം വേണ്ട സെയിം തന്നെയാ. ഓക്കെ സെയിം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോ ബ്ലാക്ക് ആയി കേട്ടോ. ഇത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോ വൈറ്റ് ആയി. എന്നാ അങ്ങോട്ട് മാറ്റാം. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ അതും റെഡിയായി. കൂട്ടി നോക്കിയിട്ട് റേറ്റ് എത്രയെന്ന് പറഞ്ഞാൽ പോരെ. ഇതിപ്പോ ഇതിന്റെ മൗണ്ടും ഇതൊക്കെ വെച്ച് നോക്കണ്ടേ. നിങ്ങൾക്ക് ഈ മൗണ്ട് ഉണ്ടല്ലോ, ഈ വൈറ്റ് മൗണ്ട്, അതിന്റെ ഉള്ളില് ഗോൾഡ് വേണം. അങ്ങനെ ഗോൾഡിൽ ആലോചിച്ചു. ഇതാണ് എന്റെ നമ്പർ. നിങ്ങൾ നേരത്തെ വിളിച്ചത് ടോട്ടലേ അവിടെ വെച്ചിട്ട് കളർന്നോ. ഫ്രെയിമല്ലേ വേണ്ടേ? ബ്ലാക്ക് അല്ലേ വേണ്ടേ? അതെ. ഈ ബ്ലാക്ക് ഫ്രെയിം D16. അതെ D16 ക്ലീൻ ആയിട്ടുള്ള ഫ്രെയിം. അതൊക്കെ നമുക്ക് അതിന് നമ്പർ, അതുപോലെ ഫ്രെയിം, പിക്ചർ കാണണ്ട. നമുക്ക് നമ്പർ ഓർമ്മയുണ്ടാവും. കാരണം അവിടെ തന്നെ നമ്മുടെ അടുത്തുള്ളതല്ലേ. ഈ C14 കണ്ടോ? C14 എത്ര വലുതിനും മതിയാവില്ല. അല്ല, അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത്. ഇതുപോലത്തെ ലൈൻ അല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഏത്? ഇതുപോലത്തെ വൈറ്റ് ലൈൻ അല്ലേ? അതെ, വൈറ്റ് ലൈന് നിങ്ങൾക്ക് പൊന്തി നിൽക്കില്ല. ഒന്നിക്ക് ചേർന്നിട്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അതിന്റെ മുകളിൽ ഒട്ടിച്ചാലും മതി. ഇപ്പം ബാക്കിൽ ഒരു ബോർഡ് വെച്ചിട്ട്, ഇതുപോലത്തെ ഒരു ബോർഡ് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ഒട്ടിച്ചിട്ട് അതിന്റെ മേലെ വൈറ്റ് സ്ട്രിപ്പ് കൊടുക്കും. മനസ്സിലായി? കാരണം നിങ്ങൾക്ക് വൈറ്റ് സ്ട്രിപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളടത്ത് ബ്ലാക്ക് കാണണ്ടേ? ബ്ലാക്ക് കാണണ്ടേ? അതായത് ഒരു കുറച്ച് ഓവറായിട്ട് വർക്കും, എന്നാലും കുറച്ച് അതെ സിമ്പിളായിട്ടേ ഉള്ളൂ. പക്ഷെ ഓവർ കോംപ്ലിക്കേഷൻ വരുന്നില്ല. കാരണം ഇതിലിപ്പോ വൈറ്റും ബ്ലാക്കും മാത്രം മതി. വേറെ കളറൊന്നുമില്ല. ഫുൾ മറ്റേത് നിങ്ങൾ ഏത് കളറിൽ ഏത് കളറിലിടാം? ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഗോൾഡ് കൊടുക്കാം, സിൽവറും കൊടുക്കാം. നമുക്ക് പ്രിന്റ് എടുക്കുമ്പോ അങ്ങനെ ഗോൾഡിലും സിൽവറിലും പറ്റൂല. ഇതിപ്പോ ഒന്നുകിലും നിങ്ങൾക്ക് ഇതല്ല
ഇങ്ങനത്തെ അല്ല. ഇതിലാകുമ്പോൾ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പൊ അതിന്റെ മുകളിൽ ഈ പേരൊക്കെ ബ്ലാക്കിൽ വരും. ഓക്കെ, ബ്ലാക്കിൽ അത് രസം. മതി മതി, അത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട. ബ്ലാക്കിൽ വരും. ഓക്കെ. ബാക്കില് രണ്ട് സൈഡിലും ഇതേപോലത്തെ ഉണ്ടാവും. ഇത് മതി. ഇത് ടോട്ടൽ ഇപ്പൊ കുറച്ച് വെയിറ്റ് ഉണ്ടാവും. അപ്പൊ ഇത് വേണം, ഈ 3 എണ്ണം വേണം. അതെ അതെ. എന്നിട്ട് ഇത് ഈ മുകളിലല്ല സൈഡിലാണ് കാണാം. അപ്പൊ നിങ്ങൾ തൂക്കിയാല് കുക്ക് കാണൂല. മതി മതി മതി. കുക്ക് വിസിബിൾ ആവില്ല കേട്ടോ. ഇത് സ്റ്റീലാണ്, ഒന്നും ആവില്ല. ഓർഡറിൽ വെക്കാൻ കുറച്ച് മെറ്റീരിയൽ സ്പോർട്സ് മെറ്റീരിയൽ വെക്കുമ്പോൾ കംപ്ലീറ്റ്. ഇതിന്റെ മെറ്റീരിയൽ എന്താണ്? ഫൈബർ അല്ല. ബാക്കിലോ ബോർഡ്, ബാക്കിൽ ബോർഡ് ഉണ്ടാവും. തൂക്കാനായിട്ട് ഹുക്ക്. നിങ്ങളുടെ മെറ്റീരിയൽ മാറ്റർ വേണം. എല്ലാം കൂടി ആകുമ്പോൾ വലിപ്പം ഉണ്ടാവും. ജേഴ്സിയുടെ വലിപ്പം തന്നെ നിങ്ങൾ അത് ബോക്സ് ടൈപ്പ് ആക്കണ്ടേ? അതെ അതെ. അത് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. നല്ല വലിപ്പം ഉണ്ടാവും. അതുമല്ല പണിയതേ ഒരുവിധം ആരും ചെയ്യൂല ഈ വർക്കൊന്നും. കാരണം ഇത് ചൊറ പിടിച്ച പണിയാണ്. നമുക്ക് ആ സമയം കൊണ്ട് ചാലഞ്ചിങ് ആണല്ലോ. ചാലഞ്ചിങ് എന്ന് പറഞ്ഞൂടെ. നമ്മൾ ടൈം വളരെ കൺസ്യൂം ചെയ്യും. അതേപോലെ ഫോട്ടോ ആണെങ്കിൽ നമ്മൾ എക്കണോമിക്കലി നോക്കിയാൽ നമുക്ക് ഫോട്ടോ ചെയ്യുന്നതിൻ്റെ വലിയ ഫോട്ടോസ് 10 എണ്ണം ചെയ്യാം ആ ഒരെണ്ണം ചെയ്യുന്ന സമയം കൊണ്ട്. അതാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ അങ്ങനെ ഒരു വർക്ക് ഒരാൾ കൊണ്ടുവരുമ്പോൾ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു നാണക്കേടല്ലേ. സംഭവം പൊളിച്ചോട്ടോ, അടിപൊളിയൊക്കെ ഉണ്ട്. എൻ്റെ അടിയിൽ ലേബിളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണക്കല്ലേ ഇപ്പം നോക്കിയാൽ. സോ ഫൈനലി നമ്മളുടെ ഫ്രെയിം കംപ്ലീറ്റ് ഫിറ്റായി. ഇതാണ് അതിൻ്റെ ഒരു ഇൻവോയ്സ് വരുന്നത്. മൊത്തം 3400 ഈ ഒരു ഫ്രെയിമിന് മാത്രം ചിലവായി. പക്ഷേ ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മിസ്റ്റേക്സ് ആണ് ഉണ്ടാകും. എയർപോർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ വേർഡാണ്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഖത്തറിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്കാണ്. ഇവിടെയും മിസ്റ്റേക്ക് ഉണ്ട് പേരിൽ. ബട്ട് അവർ ചെയ്തതും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതൊന്നല്ലേ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്നും ഇത്രയും അടിപൊളിയായി ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.